തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവിയിൽ വിശദമായ കണക്കെടുപ്പ് തുടങ്ങുകയാണ്. എറണാകുളത്ത് CPM നടത്തുമെന്നൊരു പുതിയ വാർത്ത കൂടിയുണ്ട്. ജില്ലാ ഘടകം കണക്കെടുപ്പ് നടത്തും. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് ചോർച്ച ഉണ്ടായി. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ്. എങ്ങനെ ചോർന്നു എന്തായിരിക്കാം ഒരു പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് ബിനിലുണ്ട്. ബിനിൽ, ഏത് നിലയിലാണ് ഈ തോൽവിയെ, ആഘാതത്തെ, ഒറ്റ MLA പോലും ഇല്ലാത്ത സാഹചര്യത്തെ എറണാകുളത്തെ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്? രാഗിൻ പറയൂ. CPMന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമാണ് ഇന്ന് ചേർന്നത്. പ്രധാനമായും ഈ തോൽവി സംബന്ധിച്ചുള്ള കാര്യമാണ് മുന്നോട്ട് വന്നത്. നേരത്തെ നമ്മൾ സംസാരിച്ചതിന്റെ തുടർച്ച തന്നെയാണ്. അതായത് 14 മണ്ഡലങ്ങളിലും തോറ്റു, കയ്യിലുണ്ടായിരുന്ന 5 മണ്ഡലങ്ങളും നഷ്ടപ്പെട്ടു. ഈ അവസ്ഥ വലിയ നാണക്കേടാണ് എന്ന അഭിപ്രായം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പലരും ഉന്നയിച്ചു. എന്തായാലും വിശദമായിട്ടുള്ളൊരു കണക്കെടുപ്പിനാണ് ഇപ്പോൾ ജില്ലാ ഘടകം തീരുമാനിച്ചിരിക്കുന്നത്. അത് ബൂത്ത് തലത്തിൽ നടക്കം ഓരോ ഇടത്തെയും വോട്ട്, ആ വോട്ടിന്റെ ഗതി എങ്ങോട്ടായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ആഴത്തിൽ പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബൂത്ത് തലത്തിൽ അതിനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വോട്ട് ചോർച്ച ഗണ്യമായി അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് CPM വിലയിരുത്തുന്നത്. പല മണ്ഡലങ്ങളിലും അതുണ്ടായി. മാത്രമല്ല, ഇടതുപക്ഷത്തിന് അനുകൂലമാകാറുള്ള വോട്ടുകൾ അല്ലെങ്കിൽ ഇടതിന് ഒപ്പം നിൽക്കാറുള്ള, ഏത് സാഹചര്യത്തിലും ഇടതിനൊപ്പം നിൽക്കാറുള്ള വോട്ടുകൾ അതടക്കം കൈവിട്ടു പോയി എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്ന് CPM പറയുന്നു. ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗം എന്നതിനപ്പുറം പൊതുവെ പല മേഖലകളിലും വോട്ട് ചോർച്ച എന്നതാണ് ഇപ്പോൾ CPM വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് സമാനതകളില്ലാത്ത സാഹചര്യമാണ്. അതായത് ഇത്തരത്തിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടായിട്ടില്ല. മുൻപ് പെരുമ്പാവൂരിൽ ജയിച്ചിരുന്നു 2001 കാലഘട്ടത്തിൽ, അവിടെ നിന്നെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒരു സ്ഥലത്തും പോലും ജയിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നത് CPMന് വലിയ തലവേദനയായിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിലടക്കം വലിയ തോതിൽ ചർച്ച നടത്തുമ്പോൾ പാർട്ടി ഘടകങ്ങൾ അത് ശക്തമല്ല എന്ന അഭിപ്രായം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പാർട്ടി ഘടകങ്ങളിൽ പല ഘടകങ്ങളും നിർജീവമാണ്, അതിൽ പോരായ്മകൾ ഉണ്ട് എന്ന വിലയിരുത്തലുകളും ഒക്കെ വന്നിരുന്നു. അങ്ങനെ പല മണ്ഡലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വർഗ ബഹുജന സംഘടനകളിലേക്ക് അംഗത്വമൊക്കെ വരുന്നുണ്ടെങ്കിലും പാർട്ടി ഘടകം വളരെ വീക്ക് എന്ന തരത്തിൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് എറണാകുളത്തുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതുമായി ബന്ധപ്പെട്ട അടക്കം കൂടുതൽ ചർച്ചകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പോയേക്കാം. എന്തായാലും ഈ സ്ഥാനാർത്ഥി നിർണ്ണയം ഉൾപ്പെടെയുള്ള വിവിധ വശങ്ങൾ പരിശോധിക്കും, വിശദമായ ആഴത്തിൽ തന്നെ പരിശോധിക്കും. അടുത്ത ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. അതിനുശേഷമായിരിക്കും ഈ കണക്കെടുപ്പ് നടത്തിക്കൊണ്ട് ആഴത്തിലുള്ള പരിശോധന ജില്ലാ ഘടകം നടത്താൻ പോകുന്നു. ശരി, തെരഞ്ഞെടുപ്പിലെ സമ്പൂർണ്ണ തോൽവി വിശദമായ കണക്കെടുപ്പ് നടക്കുകയാണ്. എറണാകുളം ജില്ലാ ഘടകമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ചേർന്ന് സാഹചര്യത്തെ വിലയിരുത്തി. ഒറ്റ MLA പോലും എറണാകുളത്ത് നിന്നില്ല എന്നൊരു സാഹചര്യമുണ്ട്. 6 ജില്ലകളിൽ CPMന് ഒരു MLA പോലും ഇല്ല.